ഓക്കെ, നമ്മൾ ഹാർഡ് ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റിൽ അല്ലെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട വേർഡാണ് ഹാർഡ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാവിന്റെ ഹാസിനോടെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പുതിയതാണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടി ഹാർഡ് ഉപയോഗിക്കണം, പാസ്റ്റ് കണ്ടീഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാർഡ് ഉപയോഗിക്കാം. ഇവിടെ പൊസിഷൻ പറയാണ് അല്ലെ, ഐ ഹാഡ് എ ടോയ് കാർ വെൻ ഐ വാസ് ചൈൽഡ്. എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാഡ് എ കാർ അല്ലെ ടോയ് കാർ വെൻ ഐ വാസ് എ ചൈൽഡ്. ദെൻ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് മൈ ഫ്രണ്ട് വെൻ ഐ വാസ് ചൈൽഡ്. അല്ലെ, കുട്ടിക്കാലത്ത് അവരുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ് ഉപയോഗിക്കാം. പാസ്റ്റ് ആക്ഷൻ, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM yesterday. I had dinner at 9 PM yesterday. അല്ലെ, ഒരു പാസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റ് ആക്ഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹാർഡ് ഉപയോഗിക്കാം. ഐ ഹാഡ് കോഫി എവറി ഡേ. ഐ ഹാഡ് കോഫി എവറി ഡേ എന്നതാണ് പണ്ട് ഞാൻ കോഫി കുടിക്കുമായിരുന്നു, റെഗുലർ ആയിട്ട് കോഫി കുടിക്കുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ പാസ്റ്റ് കണ്ടീഷനാണ്, ഐ ഹാഡ് ടു ലീവ്, ഐ ഹാഡ് ടു വേക്ക് അപ്പ് ഏർലി. എനിക്ക് നേരത്തെ പോകണമായിരുന്നു അന്നൊരു സമയത്ത് അല്ലെ, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ എണീക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കാം, ഹാർഡ് ഉപയോഗിക്കാം. അപ്പൊ ഹാർഡിന്റെ ഇതിന്റെ കൂടെ ഐ ഹാർഡിന്റെ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാർ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു സമയത്ത് എനിക്ക് കാർ ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഐ ഹാർഡിന്റെ എന്ന് ഉപയോഗിക്കാൻ പറ്റും. Thank you for watching.